നമസ്കാരം. വിശ്വപ്രസിദ്ധനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. ഹാംലെറ്റ് സ്വയം പറയുന്നതാണിത്. തൻ്റെ അമ്മയെക്കുറിച്ച്, ഫ്രെയിൽറ്റി ദൈ നെയിം ഈസ് വുമൺ. ഒരുപക്ഷെ വില്യം ഷേക്സ്പിയർ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ CPM കണ്ട് അദ്ദേഹം പറഞ്ഞതിനെ കാപട്യമേ നിൻ്റെ പേരോ CPM എന്ന്. കാരണം പറച്ചിലും പ്രവൃത്തിയും, വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നെനിക്ക് സംശയമാണ്. അതാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി. കാരണം പാവപ്പെട്ടവൻ്റെ പാർട്ടി, കർഷക തൊഴിലാളികളുടെ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടി ഇപ്പോൾ എങ്ങനെയാണ് ഈ വൻകിട മുതലാളിമാരുടെ പാർട്ടി ആയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, ഓരോ തവണയും ഇങ്ങനെ ജനങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ച ഒരു പാർട്ടി, അങ്ങനെ വേറൊരു പാർട്ടി ഉണ്ടാവില്ല. കാരണം ഇവരുടെ പ്രത്യയശാസ്ത്രം തന്നെ അവസരവാദമാണ്. അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് CPM ബുദ്ധിജീവികൾ അവർ പറയുന്ന വാക്കെന്ന് വെച്ചാൽ നയവ്യതിയാനം എന്നാണ്. കള്ളം പറഞ്ഞു, ഇന്നലെ വരെ പറഞ്ഞതും ഇന്ന് പറയുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലായ്മയെ അവർ വിശേഷിപ്പിക്കുക നയവ്യതിയാനം. ഇപ്പോൾ പുതിയൊരു വാക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ MV ഗോവിന്ദൻ ഉണ്ടാക്കിയ വാക്കാണ്. അതിപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവരും അതിനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താ അതിനെ പറയുന്നതെന്ന് വെച്ചാൽ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനം. ഇതാണ് ഇപ്പോൾ എന്ത് പച്ചക്കള്ളം ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുമ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവസരവാദി. ഇതാണ് കേരളത്തിലെ CPM നിലവിലുള്ള സ്ഥിതി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 സംഭവങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള സംഭവങ്ങളാണ്. ഒന്ന് ടോൾ പിരിവ്. നമ്മുടെ ദേശീയപാതകളിൽ ടോൾ പിരിവ് തുടങ്ങിയപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളുണ്ടാക്കി. ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഇതായിരുന്നു CPM നിലപാട്. ഇത്രയും 6 വരി പാതയുണ്ടാകുമ്പോൾ അത് പണിയാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകുമ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ചതിൻ്റെ പണം തിരിച്ചടക്കണമെങ്കിൽ, അല്ലെങ്കിൽ വായ്പയെടുത്ത് നിർമ്മിച്ചതിൻ്റെ പണം തിരിച്ചടക്കണമെങ്കിൽ ടോൾ പിരിച്ചേ അടങ്ങുള്ളൂ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ അന്ന് അംഗീകരിച്ചിരുന്നില്ല. കേരളത്തിലെ എത്ര ടോൾ പ്ലാസകൾ ഇവർ സമരം ചെയ്ത് അടിച്ച് തകർത്തു നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ എന്താ പറയുന്നത്? CPM അധികാരം കിട്ടി, കിഫ്ബിയിൽ റോഡ് പണിയുന്നു. കിഫ്ബി റോഡിലൊക്കെ ടോൾ പിരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ദേശീയപാതയിൽ ടോൾ പിരിക്കുന്നതിനെ എതിർത്ത ആളുകൾ സംസ്ഥാനം പണിയുന്ന കിഫ്ബി പാതയിൽ ടോൾ പിരിക്കും എന്ന് പറയുന്നതിന് ഒരു മടിയില്ല. രണ്ടാമത്തെ കാര്യം സ്വകാര്യ സർവകലാശാലയാണ്. അനുവദിക്കാൻ തീരുമാനിച്ചു. സ്വകാര്യ സർവകലാശാല അനുവദിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ഞാൻ ആ തീരുമാനത്തെ എതിർക്കുകയല്ല. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ മുഴുവൻ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ നിലവാര തകർച്ച കാരണം നാടുവിടുന്ന ഒരു സാഹചര്യം, കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ CPM കുട്ടിച്ചോറാക്കിയ സാഹചര്യത്തിൽ നാടുവിടുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ഈ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കണമെങ്കിൽ പുതിയ തീരുമാനം ഒരുപക്ഷെ പ്രയോജനപ്രദമാകും. പക്ഷേ നേരത്തെ ഈ സ്വകാര്യ മേഖലയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുന്നതിനെതിരായിട്ട് സമരം ചെയ്ത് രക്തസാക്ഷിയായ ആളാണ് കൂത്തുപറമ്പിലെ പുഷ്പൻ എന്നവർ കൊണ്ടു നടക്കുന്ന ഒരാൾ, രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല നമ്മുടെ TP ശ്രീനിവാസൻ അംബാസഡർ, അദ്ദേഹം സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ചിട്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹത്തെ SFIക്കാർ തലക്കടിച്ച് താഴെയിട്ടത്. മാത്രമല്ല CPM 23ാം പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് വിദ്യാഭ്യാസ കച്ചവടത്തിനുള്ള വഴിയാണ് രാജ്യത്തെ സ്വകാര്യ സർവകലാശാലകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പാർട്ടി
ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മന്ത്രി പറയുകയാണ്, മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമാണ് ഞങ്ങൾ എടുക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് നിർമ്മിത ബുദ്ധിയെ പറ്റിയിട്ട് AI എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി. ആ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് CPMൻ്റെ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് AI വന്നു കഴിഞ്ഞാൽ 60% തൊഴിലില്ലായ്മ സൃഷ്ടിക്കും. 60% ആൾക്കാർ തൊഴിലില്ലാത്തവരാകാൻ AI കാരണമുണ്ടാകും എന്നാണ്. അടുത്ത ദിവസം നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ മന്ത്രി പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന് AIയുടെ വികസനത്തിന് വേണ്ടി 11 കോടി രൂപ മാറ്റിവെക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഗോവിന്ദൻ പറയുന്ന തൊഴിലില്ലായ്മ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് 11 കോടി മാറ്റിവെക്കുമെന്നാണോ? ഇതാണോ എൻ്റെ അർത്ഥം? അപ്പോൾ ഇതിലെന്താ നിങ്ങളുടെ നിലപാട്? കേരളത്തിലെ ജനങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇല്ലാതാകണം, അവരുടെ ഭരണം ഇല്ലാതാക്കണം. കാരണം ലോകം മുഴുവൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോകം മുഴുവൻ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് നാട്ടിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയാൻ വൈകും തോറും നമ്മുടെ വരും തലമുറയുടെ ഭാവി, ആ ഭാവിയാണ് അവതാളത്തിലാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിനെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ്. ഏറ്റവും നല്ല പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രദേശം, അധ്വാനശീലരായിട്ടുള്ള ആളുകൾ. പക്ഷേ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാവുകയാണ്, എല്ലാ അവസരങ്ങളും ഇല്ലാതാവുകയാണ്, എല്ലാവരുടെയും ഭാവി അവതാളത്തിലാവുകയാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വികസനവും പുരോഗതിയും ഉറപ്പുവരുത്തണമെങ്കിൽ ഒരേ ഒരു വഴി, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃക, ആ വികസന മാതൃക നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. CPMൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയത്തെ നമുക്ക് തിരസ്കരിക്കാം. നമസ്കാരം.